വലിയ പ്രതികരണങ്ങളാണ് വരുന്നത്. എ വിജയരാഘവൻ്റെ പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. എ വിജയരാഘവൻ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം. ആ പ്രസംഗത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF എങ്ങനെയാണ് വിജയിച്ചത്, വർഗീയ ശക്തികളുടെ, പ്രത്യേകിച്ച് മുസ്ലിം വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വിജയവും പ്രിയങ്ക ഗാന്ധിയുടെ വിജയവും അങ്ങനെ തന്നെയാണ്. എല്ലാ വർഗീയ ശക്തികളുടെയും ഏകീകരണം അവിടെ നടന്നിട്ടുണ്ട്. ഇതാണ് എ വിജയരാഘവൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് എ വിജയരാഘവൻ്റെ ഈ വാക്കുകൾ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഇത്രയും പൊള്ളിക്കുന്നത്? എന്തുകൊണ്ടാണ് വലിയ പ്രതികരണവുമായി അവർ രംഗത്തിറങ്ങുന്നത്? അവർക്കറിയാം അത് അവർക്ക് ദോഷമായി ഭവിക്കും എന്ന്. കാരണം വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ട് ഒരിക്കലും കേരളം അംഗീകരിക്കില്ല. താൽക്കാലിക വിജയമൊക്കെ നേടിയേക്കാം, എന്നാൽ അത്യന്തികമായ വിജയം അതിന് എതിരെ തന്നെയായിരിക്കും. അതാണ് കേരളത്തിൻ്റെ എക്കാലത്തെയും നിലപാട്. അതുതന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയരാഘവനെതിരെ കടുത്ത ആക്രമണത്തിന് ഇവർ മുതിരുന്നത്. എന്താണ് എ വിജയരാഘവൻ പറഞ്ഞത്? ഒന്നുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. രാഹുൽ ഗാന്ധി ജയിച്ചിട്ട് ആരുടെ പിന്തുണയില്ല? രാഹുൽ ഗാന്ധിയുടെ എതിരേറ്റ് ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ജയിച്ചെത്തുവോ? അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിൽ തിരിഞ്ഞു? ആരാ? ന്യൂനപക്ഷ വർഗീയത്തിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ കഴിഞ്ഞു. തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായിട്ടില്ല. അവരും കോൺഗ്രസിന്റെ കേന്ദ്രം തോന്നില്ലേ? എ വിജയരാഘവൻ പറഞ്ഞത് CPIM നിലപാടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് എടുത്ത അവലോകന റിപ്പോർട്ടിനകത്താണ് ഇക്കാര്യം പറയുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ട്. അത് മുസ്ലിം വർഗീയ ധ്രുവീകരണമാണ്. അതുകൊണ്ട് തന്നെയാണ് വമ്പിച്ച വിജയം UDFന് നേടാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് എ വിജയരാഘവനും പറഞ്ഞത്. പക്ഷെ അത് വലിയ ചർച്ചയാക്കി മാറ്റിയാൽ UDFന് തലവേദനയാകും. UDFന് മാത്രമല്ല മുസ്ലിം ലീഗിനും അതൊരു തലവേദനയായി മാറും. അതുകൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണവുമായി രംഗത്തിറങ്ങാൻ അവർ നിർബന്ധിതമായത്. ആദ്യം പ്രതികരിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്, അതിനുശേഷം പ്രതികരിക്കുന്നത് VD സതീശനാണ്. രണ്ടുപേരുടെയും പ്രതികരണം നമുക്ക് കേൾക്കാം. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് 4,10,000 വോട്ടിന് ജയിക്കുക, എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ. ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് CPMും പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് CPM ഇപ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നത്. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞല്ലേ. അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ്. മാത്രമല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് CPMന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. കാരണം ഒന്നല്ലല്ലോ, ഒരുപാടായിപ്പോയി. ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ BJP കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ CPM ഇടതുപക്ഷം പരീക്ഷിക്കുന്നത്. മുസ്ലിം വർഗീയ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ജമാഅത്തെ ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ് എന്നീ സംഘടനകൾ ഒന്നിച്ച് UDFനോടൊപ്പം നിന്നു. അത് LDF വലിയ തോതിൽ വർഗീയ പ്രചാരണം നടത്തിയതിന്റെ പ്രതിഫലനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ അല്ലയോ എന്ന് ജനം തീരുമാനിക്കട്ടെ. പാലക്കാടും അത് തന്നെയാണ് സംഭവിച്ചത്. അവിടെയും നടന്നു ഇതേ ഏകീകരണം. അവിടെ പക്ഷേ BJPയെ തോൽപ്പിക്കാനാണ് ഒത്തുകൂടിയത് എന്ന് SDPI തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആഹ്ലാദപ്രകടനം നടത്തിയ സംഘടന SDPI ആണ് എന്നും മറന്നുപോകരുത്.
കേരളത്തിൽ UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമാണ്. ഇവർ രണ്ടുപേരുമാണ് മുസ്ലിം ഏകീകരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതാണ് വിജയിച്ചത്. ആ വിജയം ഒരുപക്ഷെ നാളെ UDFന് തലവേദനയാകും, മുസ്ലിം ലീഗ് തലവേദനയാകും. അതുകൊണ്ട് തന്നെയാണ് അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നത് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും.